ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിതാ മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആയിട്ട് അതിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്ക് വൈകുന്നേരം ഒരു 4 മണിക്ക് 4:30 4:45 ആയപ്പോൾ ഇറങ്ങിയതാണ്. മക്കൾ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് മേക്കപ്പും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ റെഡി ആവേണ്ടതുകൊണ്ട് അവർ 2 മണിയാകുമ്പം സ്കൂളിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സ്കൂൾ വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും പിന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണിൻ്റെ അറൗണ്ട് 5 മണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4:30 എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും 5 മണി ആവല്ലോ എന്നുള്ളതിൽ അങ്ങനെ പോയതാണ്. പിന്നെ മോളിതാ ഉറക്കിൻ്റെ ഇതിൽ നിന്ന് ഉണർത്തിക്കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല ഉറക്കിൻ്റെ. അപ്പം ഞാൻ ചോദിക്കുന്നതിനൊന്നും റിപ്ലൈ തരുന്നില്ല. പിന്നെ സ്കൂളിൽ പോകാമെന്നുള്ള ഒരു ആവേശമുണ്ട് ആൾക്ക്. മക്കളെന്നും രാവിലെ പോകുമ്പോൾ സ്കൂളിൽ പോകാമെന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കത്തുനിന്ന് പെട്ടെന്ന് എണീറ്റാണ്. നമുക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വണ്ടി നിർത്തി ഹസ്ബൻഡ് ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ്. അപ്പോൾ അത് ഞങ്ങൾ സ്കൂളിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ സ്കൂള് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മക്കളെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി. സ്കൂളിൽ അടിപൊളി ഡെക്കറേഷനും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോൺവെക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺവെക്കേഷൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കായിരുന്നു അത്. അപ്പോൾ ഞങ്ങളോട് കഴിഞ്ഞിട്ട് എത്താനാണ് പറഞ്ഞത്. മക്കളെന്തായാലും KG അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 5 മണിയായപ്പോൾ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ പ്രോഗ്രാം സ്റ്റേജിൽ നിന്ന് വേറെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. To a student who participated in mini athletic meet and secured the third prize. The award goes to Ishan Kali from grade 3B. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ മോൻ എത്തിയിട്ടുണ്ട്. മോൻ വന്ന് നേരെ മോളെടുത്തു. മോനും മോൻ്റെ ഫ്രണ്ടും കൂടെ മോളെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇനി ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പോകുന്ന ഏതാ മോളുണ്ട് മേലെ. മോള് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ചെയ്ത് മോഡേണൊപ്പനൊക്കെയാണ് കേട്ടോ. അപ്പോൾ മോളെ കാണിച്ചു തരാണ്. അപ്പോഴാ ഇവിടെ സ്റ്റേജ് ഏകദേശം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാനുള്ളൊരു ആവേശത്തിലാണ് മോനുള്ളത്. അപ്പം മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് വരുന്നുണ്ട്. നല്ലൊരു മാംഗോ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് മോനിത് എത്തിയിട്ടുണ്ട്. സ്റ്റേജിൽ ഇതൊരു അടിപൊളി ഡാൻസ് നടന്നുകൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി. പിന്നെ ഇതാ മോളുടെ ഒപ്പന എത്തിയിട്ടുണ്ട്. മോളുടെ ഒപ്പനയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളടുത്തേക്ക് വന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫ്രണ്ട്സും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മോൻ്റെ പ്രോഗ്രാമാണ്. ഞാൻ എല്ലാ പരിപാടിയും നിങ്ങൾ കാണിച്ചു തരുന്നില്ല. മോൻ്റെത് എടുത്ത് പറയേണ്ടത് അടിപൊളി പരിപാടിയായിരുന്നു. എന്താ പറയുക, എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. അവരെ ഒരു സാഹസികതയൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇനിയും കാണണമായിരുന്നു എന്ന് തോന്നുന്നൊരു പ്രോഗ്രാമായിരുന്നു ആനുവൽ ഡേയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെ ഞാൻ പറയും. എല്ലാവരും എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് എല്ലാം ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. മക്കളൊക്കെ ചെറിയ മക്കൾ പോലും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ പെർഫോമൻസൊക്കെ. അപ്പോൾ ഇത് മോൻ്റെതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ ചെയ്തത് ലാസ്റ്റാണ് കേട്ടോ മോൻ്റെ പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം ഒരു 3 പ്രോഗ്രാമും കൂടെ എങ്ങനെ ഉള്ളൂ ഇത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മോൻ്റെതും കൂടെ കഴിഞ്ഞതോടുകൂടി ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ കടയും പിന്നെ അല്ലാണ്ട് സ്നാക്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ക്ലോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അടിപൊളി പരിപാടിയായിരുന്നു. അടിപൊളി, ഒന്നും ഒരു മൈനസും പറയാനില്ല. അപ്പോൾ ഓക്കെ, ബായ്.